അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും എവിടെ? നമ്മളിന്ന് കിച്ചണിൽ മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് സീഡ് മുള്ളനാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. ചോറ് ഞാൻ ഓൾറെഡി വേവിച്ചിട്ട് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് മീനൊക്കെ നന്നാക്കാം കേട്ടോ. ഇനി പാത്രമൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ അങ്ങനെ തന്നെ മീനൊക്കെ നന്നാക്കി കറിയാണ് വെക്കണം കേട്ടോ. അപ്പോൾ പൊരിക്കണില്ല. അപ്പോൾ നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്ന് വരുമ്പോൾ അനുഭവം ലാസ്റ്റ് ഒരു കഥ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ആദ്യം തുടക്കാനുണ്ടാവും കുറേ വെള്ളമൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് തന്നെ ടാപ്പുണ്ട്. അപ്പോൾ ഈ സിങ്ക് യൂസ്ഡ് അല്ല, സിങ്ക് ലീക്ക് ഉണ്ട്. അപ്പോൾ സിങ്കിൻ്റെ അവിടെ ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സിങ്കിൻ്റെ അടുത്താണ് വെച്ച് മീൻ നന്നാക്കുന്നത് കേട്ടോ. കിച്ചൺ അത്രക്ക് സൗകര്യമുള്ളൂ, വാടക വീടല്ലേ. അപ്പോൾ അത് നേരാക്കി തരാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീനിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വെള്ള പെയിൻ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പെയിൻ്റൊക്കെ അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് ഒക്കെ നേരാക്കാൻ, നന്നാക്കാൻ. എനിക്ക് തലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ തല കൊടുക്കാൻ എടുക്കും. തലയുടെ പൂവൊക്കെ കളയുള്ളൂ, മണ്ടഭാഗമൊക്കെ എടുക്കട്ടെ. ഞാൻ ഈ വെള്ള പെയിൻ്റൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് കഴുകുമ്പോൾ. ആ കളറങ്ങ് പോയി കിട്ടുമല്ലോ. ഇന്ന് ഇത് കറി വെക്കണം. പിന്നെ വെണ്ടക്ക ഉണ്ട് കൊടുന്നിച്ചിട്ട്, വെണ്ടക്ക ഉപ്പേരിയാണ്. അപ്പോൾ പിറ്റേ ദിവസം പറഞ്ഞ് മോള് വെണ്ടക്ക ഉപ്പേരി തന്നെ മതി, വെണ്ടക്ക നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നും ഉണ്ടാക്കാം. അവൻ്റെ മോളൂസാണ്, മോളൂസിൻ്റെ തലേനെ കാണുന്നിട്ടാ. ഞങ്ങളങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒപ്പം വന്ന് ഇങ്ങനെ മുട്ടിരുന്ന് നിൽക്കും. നമ്മൾ കാലിൻ്റെ ചോട്ടിൽ ഉള്ള പരിപാടിയാണ്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ മഴയും കാര്യങ്ങളും മണ്ണിടിച്ചിലും ഒഴുക്കിപ്പെടലും ഓരോരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ടല്ലേ. പിന്നെ ഫോണിൽ അങ്ങനെ വീഡിയോസും ഇതൊന്നും കാണാനുള്ള നേരമില്ല. അപ്പോൾ കുറച്ച് നേരം കടയിലേക്കും പോകും. അപ്പോൾ കടയിലേക്ക് വർക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നാൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവും. വീട്ടിൽ വന്നാൽ നമ്മൾ ഉള്ളപ്പോൾ അങ്ങനെ കുറച്ച് മറിച്ചിടൂല. പക്ഷെ നമ്മൾ പോയാൽ മക്കൾ രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ മീൻ ഇതാണ് സൈസ്. അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടല്ലേ. അപ്പോൾ മീൻ നന്നാക്കുന്നത് ഫുള്ള് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ ഓഫാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. തുണിയൊക്കെ എടുത്താണ്ട് കയ്യൊക്കെ തുടച്ച് ഓഫാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനി അതിലേക്കുള്ള പച്ചമുളക്, തക്കാളി, ഉള്ളിയൊക്കെ ഇട്ടിടാം. നല്ല കൊതുകുണ്ട് കേട്ടോ. അത് എൻ്റെ കാര്യത്തിലേക്ക് വന്ന് കൊതുകൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്യട്ടെ. അപ്പം ഞാനിങ്ങനെ തക്കാളിയൊക്കെ ചേർക്കും. കറിയിൽ തക്കാളി ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് തോന്നൂല. അപ്പോൾ ഇങ്ങനെ വറ്റിച്ചുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. മീത ഇങ്ങനെ പാത്രങ്ങൾ ഇരിക്കണം നോക്കണ്ട. താഴെ മീത മൺകലാണ് കാണുന്നത്. ഞാൻ കുടിവെള്ളം എടുത്തേക്കണം കേട്ടോ, 2 പാത്രങ്ങൾ. അപ്പോൾ ഇതിൽ കിണർ സൗകര്യങ്ങളൊന്നുമില്ല. വെള്ളം
കുറച്ചപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് കൊണ്ടുവരണം. അപ്പോൾ തക്കാളി കട്ട് ചെയ്തുണ്ട് കേട്ടോ. സവോള ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. 6 മണിയാവാൻ പോകണം. അപ്പോൾ അതാണ് വൈകുന്നേരമാണ് വീഡിയോ അപ്ലോഡ് ആക്കുക. വീഡിയോ ഇനിയിപ്പോൾ എപ്പോൾ എടുത്ത് വെച്ചാലും പിന്നെ വൈകുന്നേരം ഒരു 8 മണി 7-8 മണിയോട് കൂടിയൊക്കെയാണ് ഞാൻ കൂടുതലും വീഡിയോ ഇടാം. ചില ദിവസങ്ങളിൽ മാത്രം വർക്കിന് കടയിലൊക്കെ പോവാത്ത ദിവസങ്ങളിൽ മാത്രം പിന്നെ നേരത്തെ വീഡിയോ ഇടും. 3 മണിക്കോ 5 മണിക്കൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ എനിക്ക് പറ്റും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പറ്റൂല. ഇവിടെ വീട്ടിൽ വന്നാൽ മോന് ബാത്റൂമിൽ അപ്പിട്ട് വെച്ചതും ഇവിടെ മൂത്രമൊഴിച്ചിട്ടതും ഒക്കെ കഴുകി ക്ലീനാക്കി തുടച്ച് ഫസ്റ്റ് കയറി വരുമ്പോൾ അടിച്ചു വരാനും കൂടിയും പറ്റൂല. ആകെ വെള്ളമാക്കി വെച്ചിട്ടുണ്ടാകും അടുക്കളൊക്കെ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ. അതെന്നും കാട്ടുന്ന ചേലാണത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുണ്ടാവും. പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ സവാളൊക്കെ ഇടാൻ കേട്ടോ. ഇനി ആദ്യം ഉലുവട്ട് ആദ്യം വെളിച്ചെണ്ണ വെച്ചു. എന്നിട്ട് 2 മണി ഉലുവട്ട്. ഞാൻ മീൻ കറി വെക്കുമ്പോൾ 2 മണി ഉലുവൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നാൽ തക്കാളി ഇടാം നമുക്ക്. അപ്പോൾ ഉള്ളി അത്യാവശ്യം മൂത്തുണ്ടെങ്കിൽ ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ തന്നെ തക്കാളി ഇട്ടാൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഉള്ളി വാടിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി തക്കാളി ഒന്ന് വാടി കഴിഞ്ഞാൽ ഉപ്പും മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മുളകും പൊടിയാണ് കേട്ടത്. ഞാൻ പിന്നെ അതിലൊന്നും സ്പൂണൊന്നും ഇട്ടിട്ടില്ല. നമുക്കൊരു കണക്കാണ്. മഞ്ഞൾപ്പൊടിയിൽ പിന്നെ ഞാൻ സ്പൂൺ ഇട്ടിട്ടു. പിന്നെ അങ്ങനത്തെ ഒരു പാത്രമുണ്ട്. മുളകും പൊടിയിൽ ഉണ്ടായിരുന്നു. എന്താ എവിടെ പോയി എന്നുള്ളത് അറിയില്ല. എടുത്ത് പുറത്തെ ചെരണം ഓനെ എവിടെ കൊണ്ടിട്ടു. പിന്നെ കണ്ടില്ല. കാക്ക എടുത്തുകൊണ്ടുപോയി എന്ന് തോന്നുന്നു. പുറത്തിട്ടിട്ട് കളിച്ചിട്ട്. അപ്പോൾ മറ്റു പാത്രത്തിൽ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ ഒരു ഇത്തിരി കറിയുള്ളൂ. ചട്ടിയിൽ നിന്ന് കാണാൻ തന്നെ കഴിയില്ല. കുറച്ച് കറി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മീനൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ കെടുക്കാൻ വേവാനുള്ള കറി ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം പോലെ കറി വെച്ചിട്ടൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. കൂടുതൽ കറി കൂട്ടുന്ന ആളെൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മക്ക് നല്ലോണം കറി വേണം. എൻ്റെ അമ്മ വറ്റിച്ച് കറി വെച്ചാൽ ഇതെന്താ ചമ്മന്തിയാണ്. ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ദേഷ്യമാണ്. അതിന് കുറേ കറി ഇങ്ങനെ ചോറിൽ ഒഴിച്ചങ്ങ് കൈയിൻ്റെ മുൾക്കൂടെ ഇങ്ങനെ വെള്ളത്തോട് കൂടിയിട്ടുള്ള ചോറ് കഴിക്കും. അതിൻ്റെ ശീലം അങ്ങനെ. എനിക്ക് പിന്നെ ഞാൻ ആദ്യം കറി അങ്ങനെയൊക്കെ തന്നെ വെച്ചിരുന്നത്. ആദ്യം കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. 2 മൂത്തശ്ശി താത്താർ, നാത്തൂന്, ഉമ്മ, അപ്പ, ഭർത്താവിൻ്റെ അനിയൻ ഇവരൊക്കെ ഉണ്ടാവും. പിന്നെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മക്കൾ വരുന്നവരും പോകുന്നവരും എല്ലാം ഉണ്ടാവും. പിന്നെ ആളെത്രയായി 15-17 ആളുകളും ഉണ്ട് കേട്ടോ. അവരുടെ 4 മക്കളും. മൂത്ത കാക്കാൻ്റെ 4 മക്കൾ, രണ്ടാമത്തെ കാക്കാൻ്റെ 3 മക്കൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കറി എത്ര വേണം? ഇതാ ഇരിക്കണ മൺകുട്ടിയുടെ അത്ര വലിപ്പമുള്ള ചട്ടിയിൽ കറി വെക്കണം കേട്ടോ. അപ്പോൾ അവിടുത്തെ കറി വെക്കൽ വെണ്ടക്ക കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഉപ്പേരി വെക്കാന്ന് പറഞ്ഞു. അതും ഉണ്ടാക്കാണ്ട്. അപ്പോൾ അവിടുത്തെ കറി വെക്കൽ ആദ്യം വിവാഹം കഴിഞ്ഞ് പോയ വീട്ടിലത്തെ കാര്യം കേട്ടോ ഞാൻ പറയണേ. അത് എന്തോ ഒഴിഞ്ഞു. പക്ഷെ നമുക്കതൊരു ഓർമ്മകൾ തന്നെയാണ്. അപ്പോൾ അവിടെ കറി വെക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പുളിയും കുറേ മുളകും മഞ്ഞളും കൊണ്ട് കലക്കി ഒഴിക്കും. വെളുത്തുള്ളി ഇഞ്ചി ഇത് കുടിക്കാനുള്ള വെള്ളമാട്ടത്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വെണ്ടക്ക കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം
വിട്ടു പോകണ്ട. അപ്പം ഇത് ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് വോയിസ് വേറെ കൊടുക്കുകയാണ്. ഫോണ് സൗണ്ട് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ വോയിസ് വേറെ കൊടുക്കണത്. ഈ വീഡിയോയുടെ അതിൻ്റെ പിയാണ്. അസ്സലാമു അലൈക്കും.